രാഷ്ട്രീയ പാർട്ടികൾ ഹൈജാക്ക് ചെയ്ത് അവരുടെ സ്വന്തം ലാഭത്തിന് വേണ്ടി ഇതിനെ പൊളിച്ച് കളഞ്ഞതാണ്. അപ്പോൾ അന്ധവിശ്വാസവും അനാചാരങ്ങളും നിങ്ങൾ ആലോചിക്കുക. വിദ്യാലയങ്ങളിൽ വളരെ കാര്യമായി നമ്മളെ പിള്ളേരെ പഠിപ്പിക്കുന്നു. പരീക്ഷയ്ക്ക് എഴുതാൻ സമയത്ത് മന്ത്രവാദിയുടെ അടുത്ത് പോകുന്നു, ഏലസും ചരടും ജയിച്ചു കിട്ടുന്നു, ആറ്റുകാൽ രാജേഷിൻ്റെ അടുത്ത് പോകുന്നു പേന ജയിച്ചു കിട്ടാൻ. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? ഞങ്ങൾക്ക് നേരിട്ടറിയാം. ആറ്റുകാലിൽ ഒരു മഹാ യോഗിയുണ്ട്, ആറ്റുകാൽ രാധാകൃഷ്ണൻ. ഈ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ചൂഷകൻ അന്ധവിശ്വാസം ചൂഷണം ചെയ്ത് എന്തുമാത്രം പണം ഉണ്ടാക്കുന്നു. നമ്മുടെ ഈ രാജ്യത്തെ തന്ത്രിമാരും പുരോഹിതന്മാരും എല്ലാം മെയ്യനങ്ങാതെ ശരീരത്തിൽ മണവും തേച്ച് വെറുതെ ആളുകളെ പറ്റിച്ച് പണം ഉണ്ടാക്കുന്നവരാണ്. ഇവരെല്ലാം അസുഖം വന്നാൽ ആശുപത്രിയിൽ പോകും. ഇത് രണ്ടും കൂടെയാണോ? ആളവിടെ സ്വന്തം കൊടുക്കും, വാരി കൊടുക്കും. പക്ഷേ ബുദ്ധിമാന്മാർക്കറിയാം, ഒരു ഈശ്വരവിശ്വാസമുള്ളവരും ഭക്തിയുള്ളവരും ആരാധിക്കോട്ടെ, അതിന് ആർക്കും ഒരു എതിർപ്പുമില്ല. അതുകൊണ്ടാണല്ലോ നാരായണ ഗുരു ആരാധനാ സ്വാതന്ത്ര്യം ഇല്ലായിരുന്ന ആളുകൾക്ക് വേണ്ടി ആരാധനാലയങ്ങൾ ഉണ്ടാക്കി കൊടുത്തതും അവസാനം പറഞ്ഞത് വിദ്യാലയമാണ് ആവശ്യം, കൃഷിയും കച്ചവടവുമാണ് ആവശ്യം. ഇത് നിരർത്ഥകമാണ്. വവ്വാൽ കാഷ്ടമിട്ട് നാറ്റുന്ന ക്ഷേത്രങ്ങളിൽ ഇഷ്ടമുള്ളവർ പോയാൽ മതി. പക്ഷേ അതിൻ്റെ ഒരു വശത്ത് വായനശാലയും വിദ്യാലയവും ഉണ്ടാകണം, തൊഴിൽശാലകൾ ഉണ്ടാകണം. അങ്ങനെ നമ്മുടെ സാമൂഹ്യ പരിവർത്തനത്തിന് വലിയ നേതൃത്വം കൊടുത്ത ഒരു മഹാൻ. ഇവരൊക്കെയാണ് കേരളത്തിൻ്റെ സാമൂഹ്യ സംസ്കാരം മാറ്റിയെടുത്തത്. നമ്മൾ രക്ഷിതാക്കൾ ചെയ്യേണ്ടത്, ഇതിന് വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ട. ഇന്നെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ വിദ്യാലയങ്ങളിൽ സയൻസ് പഠിപ്പിക്കുന്ന അധ്യാപകർ പോലും ഏലസും മാന്ത്രിക ചരടും കെട്ടിക്കൊണ്ട് പഠിപ്പിക്കുന്നു. എന്തുകൊണ്ട്? അവർക്ക് ശാസ്ത്രബോധമില്ല, ശാസ്ത്ര അവബോധമില്ല. എന്താണ് ശാസ്ത്ര അവബോധം? ചോദ്യം ചെയ്യുക, എന്തുകൊണ്ട് അതുണ്ടാകുന്നു, എന്തുകൊണ്ട് അതുണ്ടാകുന്നില്ല. ലോകത്തെ സംബന്ധിച്ചിടത്തോളം യൂറോപ്യൻ രാജ്യങ്ങൾ 10-20 രാജ്യങ്ങളുണ്ട്. സ്വതന്ത്ര ചിന്തയ്ക്കും സ്വതന്ത്രമായ വിദ്യാഭ്യാസത്തിനും വലിയ പ്രാധാന്യം കൊടുക്കുന്ന രാജ്യങ്ങൾ. നമ്മുടെ നാട്ടിലെ ധാരാളം കുട്ടികൾ ഇവിടെയൊക്കെ വിട്ട് അവിടെ പോകുന്നു, അവിടെ വിദ്യാഭ്യാസം ചെയ്യുന്നു, അവിടെ തൊഴിൽ ജീവിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ അവർ മുന്നിട്ടിരിക്കുന്നു. നമ്മുടെ ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ മെച്ചപ്പെട്ട നിലയിൽ അല്ലെന്നൊന്നും പറയുന്നില്ല, മെച്ചപ്പെട്ട നിലയിൽ തന്നെയാണ്. പക്ഷേ അതിനോടൊപ്പം അന്ധവിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കുക, അന്ധവിശ്വാസങ്ങളിൽ ചാലിച്ച ഒരു അത്ഭുത ശക്തി ഇതിൻ്റെ എല്ലാം പിന്നിലുണ്ടെന്ന് പ്രചരിപ്പിക്കുക, അതിലൂടെ വർഗീയത പ്രചരിപ്പിക്കുക, വർഗീയ ഭരണകൂടങ്ങളെ സൃഷ്ടിക്കുക. ഇതാണ് അവസ്ഥ. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ അടുത്ത തലമുറ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും മുഴുകി ഇത്തരത്തിലായി പോകാതിരിക്കാൻ രക്ഷകർത്താക്കൾ വീടുകളിൽ നിന്ന് തന്നെ ശ്രദ്ധിക്കണം. നിങ്ങൾക്കറിയാമല്ലോ, മന്നത്ത് പത്മനാഭൻ, NSSൻ്റെ സാരഥിയായിരുന്ന മന്നത്ത് പത്മനാഭൻ, അദ്ദേഹം വലിയ യുക്തിബോധമുള്ളൊരു മനുഷ്യനായിരുന്നു. താഴ്ന്ന വർഗ്ഗക്കാർക്ക് ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി സമരത്തിന് നേതൃത്വം കൊടുക്കുകയും സമരം ചെയ്യുകയും ചെയ്ത ആളാണ്. വിദ്യാലയങ്ങൾ, കോളേജുകൾ ധാരാളം സ്ഥാപിച്ച ആളാണ്. ജാതി മതഭേദം കൂടാതെ വിദ്യാലയങ്ങളിൽ ജോലിയും പ്രവേശനം കൊടുത്ത ആളാണ്. അത് കൈകാര്യം ചെയ്ത് ഇന്ന് ഒരു പരുവായിരിക്കുന്നു. ഇതാണ് അവസ്ഥ. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ
ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ് പുരോഗമനമെന്നും പുരോഗമന രാഷ്ട്രീയമെന്നും പുരോഗമന ആശയമെന്നും എന്താണെന്നും അവർ പഠിക്കണം. അവരെ പഠിപ്പിക്കേണ്ടത് ആ രാഷ്ട്രീയ പാർട്ടിയാണ്. അല്ലാതെ വർഗീയതയെ കൂട്ടുപിടിച്ച് കുറച്ച് വോട്ടിന് വേണ്ടി ഉള്ള ഒരു പോരാട്ടം അത് രാജ്യത്ത് നശിപ്പിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെല്ലാം യുക്തിവാദി പ്രവർത്തകരാണ്, യുക്തിചിന്തകരാണ്. അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും എതിരായി ജനങ്ങളെ ചിന്തിപ്പിക്കുകയും എഴുതുകയും ചെയ്യുന്ന ആളുകളാണ്. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഈ ചെറിയ കാര്യങ്ങൾ കുറച്ചെങ്കിലും ആളുകളിൽ എത്തിക്കുക. നിങ്ങൾക്കറിയാം, ഇന്ന് പുസ്തകശാലകളിലെല്ലാം ശാസ്ത്ര ഗ്രന്ഥങ്ങൾ കിട്ടും. പുസ്തകശാലകളിലെല്ലാം ശാസ്ത്ര ഗ്രന്ഥങ്ങൾ കിട്ടും. എല്ലാ കോളേജുകളിലും സ്കൂളുകളിലെല്ലാം വലിയ ലൈബ്രറികളുമുണ്ട്. നിങ്ങൾ കുട്ടികളോട് ചോദിക്കണം, എന്തുകൊണ്ട് നിങ്ങൾ വായനശാലയിൽ നിന്ന് ഈ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ എടുത്ത് വായിക്കുന്നില്ല? അത് ചോദിക്കണം. അത് ചോദിക്കാനുള്ള കടമ രക്ഷകർത്താക്കൾക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പുതിയ ചിന്തയിലേക്ക് നമ്മളെ വീടിനെയും നാടിനെയും നയിക്കാൻ നിങ്ങൾക്കറിയാം, ഒരു 10, 50, 60 വർഷങ്ങൾക്ക് മുമ്പ് ജാതി മാറി വിവാഹം കഴിച്ചാൽ വലിയൊരു സംഭവമായിരുന്നു. കൊലയാണ്, കൊലപാതകം. ഇപ്പോഴുണ്ടോ? അക്ഷരമാണോ? എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ ഇന്ന ജാതിക്കാരനെ കല്യാണം കഴിച്ചു, ഇന്ന ജാതിക്കാരിയെ കല്യാണം കഴിച്ചു. അതൊരു സംഭവമാണോ ഒന്ന്? കാരണം എന്താ? ആ മനുഷ്യൻ്റെ യുക്തിബോധമാണ്, ചിന്താശേഷിയാണ് ഇത് വളർത്തിയിരിക്കുന്നത്. അപ്പം അങ്ങനെ ഈ യുക്തിചിന്തയ്ക്ക് സമൂഹത്തിൽ മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ട. പക്ഷേ ഒരിക്കലും ഈ മന്ത്രവാദികളുടെയും ഭൂജാരിമാരുടെയും മുമ്പിൽ കൊണ്ട് പണമിട്ട് സ്വർണം വാരിയിട്ടു അവരെ ചൂഷണം ചെയ്ത് ഇവരുടെ ഭാവി നശിപ്പിക്കരുത്. ജ്യോത്സ്യരുടെ കവടിയും പലയും ഇല്ലാതെ ഒരു 90% ആളുകളും അല്ല മിശ്രമൊക്കെ നടക്കുന്നുണ്ടല്ലോ, രക്ഷമൊക്കെ നടക്കുന്നുള്ളൂ, വിവാഹം നടത്താറില്ല. ഒരു വണ്ടിയോ മറ്റു വാഹനങ്ങളോ ഇറങ്ങിയാൽ വില കൊടുത്ത് വാങ്ങിയാൽ മാത്രം പോരാ, 5000, 10,000 രൂപ കൊടുത്ത് പൂജയും നടത്തും. പൂജ എന്തിന്? സർവ്വസാധാരണം. നമ്മളൊരു സ്ഥലത്തുനിന്ന് കാറ് മേടിക്കുമ്പോൾ, സ്കൂട്ടർ മേടിക്കുമ്പോൾ അവർ ചോദിക്കും, പൂജിക്കണോ? 5000, 10,000 രൂപ. അപ്പോൾ ഇതാണ്. പക്ഷെ അപകടം സംഭവിക്കുന്നില്ലേ? അപകടം സംഭവിക്കുന്നപ്പോൾ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? ജ്യോത്സ്യം എന്ന് പറയുന്നത് ഒരു കപടശാസ്ത്രമാണ്. മനുഷ്യൻ മറ്റ് ഗ്രഹങ്ങളിൽ താമസിക്കാൻ പോകുന്നു. ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും മനുഷ്യൻ അധിവാസം ഉറപ്പിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. നമുക്കെല്ലാം അറിയാം, പത്രത്തിലെല്ലാം വായിക്കാം, ചാനലുകളിലെല്ലാം കാണും. പക്ഷേ ഇവിടെ എന്താ? പണ്ട് സൂര്യനും ചന്ദ്രനും ദൈവമായിരുന്നു. ഇപ്പം സ്കൂളിലെ പിള്ളേരോട് സൂര്യനും ചന്ദ്രനും ദൈവമാണെന്ന് പറഞ്ഞാൽ പിള്ളേർ വിശ്വസിക്കുമോ? എങ്കിലും പെട്ടെന്ന് വിവാഹം നടത്താൻ ചന്ദ്രപ്പൊങ്കാലയും സൂര്യപ്പൊങ്കാലയൊക്കെ അമ്മമാർ ചെയ്യിക്കും. അപ്പം ഇങ്ങനെ അശാസ്ത്രീയമായ ഇതിലേക്ക് ദയവ് ചെയ്ത് രക്ഷിതാക്കൾ കുട്ടികളെ നയിക്കരുത്. അവരെ കഴിവിനനുസരിച്ച് വിദ്യാഭ്യാസം ചെയ്യിക്കുക, അവരെ തൊഴിൽ പഠിപ്പിക്കുക, അവരെ സ്വന്തം സ്വതന്ത്രമായി ജീവിക്കുന്നതിന് വേണ്ടി ഉള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ ഇക്കാര്യത്തെക്കുറിച്ച് നിങ്ങൾ കുറച്ചു പേരെങ്കിലും ചിന്തിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്.